ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയ്ക്ക് സമീപം വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുക്കം ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തിരുന്നു. സന്ധ്യ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വർഗീസ് അവിടെയുണ്ട്. സിജോ, ഹൃദയഭേദകമായ രംഗങ്ങളാണ് ഇപ്പോൾ. ബിജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. വിചാരിതമായ ഒരു ദുരന്തം എത്രമേൽ ആഘാതമാണ് കുടുംബത്തിനും നാട്ടുകാർക്കും ഉണ്ടാക്കിയത്? എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു ദുരന്തം. സൈഫുദ്ദീൻ പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെയധികം പ്രതിസന്ധികൾക്ക് നടുവിലാണ് ബിജു ജീവിച്ചിരുന്നത് എന്നാണ് ഈ നാട്ടുകാരടക്കം ബന്ധുക്കളെല്ലാം പറയുന്നത്. കാരണം ഏകമകൻ ക്യാൻസർ ബാധിതനായി നേരത്തെ മരിച്ചിരുന്നു. അതിനുശേഷം മകളെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നു, മറ്റ് ജോലികളെല്ലാം ചെയ്ത് കുടുംബം പോറ്റുന്നു. ഈ കാണുന്ന വീട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രദേശം നമുക്ക് ദേശീയപാതയാണ് മുകളിൽ കടന്നു പോകുന്നത്. ദേശീയപാതയ്ക്ക് മുകളിൽ ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞ് ദേശീയപാത കടന്ന് നേരെ താഴ് ഭാഗത്തേക്ക് പതിച്ചിരിക്കുന്നു. താഴെ കാണുന്ന വീടുകൾ, താഴെയാണ് ഈ 20-ലധികം വീടുകൾ ഇവിടെ ഉണ്ട്. അതിൽ ഒരു വീട് വലതുവശത്ത് വേറെ വീട് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. നേരെ താഴെ ബിജുവിൻ്റെ വീടാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ തെങ്ങ് വന്ന് മണ്ണും കല്ലും എല്ലാം വന്ന് പതിച്ചിരിക്കുന്ന ബിജുവിൻ്റെ വീട് ആ വീട് പൂർണ്ണമായും തകർന്ന് അത് താഴേക്ക് പതിച്ചിരിക്കുന്നു. ആ വീട്ടിനകത്ത് നിന്ന് വളരെ ശ്രമകരമായിട്ടാണ് ബിജുവിനെയും ഭാര്യ സന്ധ്യയെയും പുറത്തേക്ക് എടുക്കാനായത്. ആദ്യം സന്ധ്യയെ പുറത്തെടുക്കുന്നു, അതിനുശേഷമാണ് ഈ ബിജുവിനെ പിന്നീട് പുറത്തെടുക്കാൻ ആയത്. സന്ധ്യ ഗുരുതര പരിക്കുകളോടുകൂടി തന്നെ ഇപ്പോൾ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിജുവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇൻക്വസ്റ്റ് നടപടികളൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് ബിജുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിലേക്ക് കയറി പോകാൻ പോലും സാധിക്കാത്ത വിധം മണ്ണും കല്ലും എല്ലാം തന്നെ വന്ന് പതിച്ച് നിൽക്കുന്നു. വീടുകൾ ഏതാണ്ട് 3-4 വീടുകൾ മണ്ണിനടിയിൽ തന്നെയുണ്ട്. മറ്റ് 5 വീടുകൾക്ക് ഈ തകർച്ച നേരിട്ടുണ്ട്. ഭാഗികമായോ പൂർണ്ണമായോ തകർന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഈ നിരവധി ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ബിജുവിനെ കാണാനായി, അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മകൾ കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ്. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണോ? പരിസരവാസികളൊക്കെ അടുത്തൊക്കെ ഉള്ളവരാണ്. ഇവിടെ ഉള്ളവർ തന്നെയാണോ? സുഹൃത്തായിരുന്നു അവന്. തടിപ്പണിയൊക്കെ ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു. എന്താ പറയാ, വീട് പോയി അവന്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണല്ലേ ബിച്ചേട്ടൻ്റെ ഒരു ജീവിതം? ഒത്തിരി പ്രതിസന്ധിയൊക്കെ വന്നിട്ടുണ്ടാവും. അവന് ഒരു വർഷം മുന്നേ അവന് ശരിയൊരു കഷ്ടമെല്ലാം വഹിക്കേണ്ടി വന്നത്. അതായത് 1 വർഷമായിട്ടുള്ള ഒരു മകനോട് മരിച്ചു പോയിട്ട് അതിനുശേഷം ഒന്ന് കരകയറി വരുന്നൊരു സാഹചര്യമായിരുന്നു. അതിനിടെ കണ്ട ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം അവൻ്റെ ഭാര്യയുടെ കാറിൽ ഏതാണ്ട് പോയതിന് തുല്യം എന്നുള്ള അറിയിപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാല് കിട്ടുമെന്നുള്ള പ്രതീക്ഷ 98% ഇല്ലാത്ത അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. നല്ല കഠിനാധ്വാനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രതയാണ്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ഡേഞ്ചറസ് പൊസിഷൻ നിങ്ങൾ പോയി കണ്ടിരുന്നോ? ആ മുകളിലേക്ക് നോക്കുക. ഏതാണ്ട് ഒരു 80 അടിയോളം പൊക്കം മുകളിൽ നിൽക്കുവാണ്. അടി മാന്തിയാൽ മുകളിടിയൊന്നും ആർക്കും അറിയില്ലാത്തത്. അതിൻ്റെ ഇങ്ങോട്ട് വരാത്തൊരു സംവിധാനം ഈ ഹൈവേ നിർമ്മാണ പ്രവർത്തകർ ചെയ്യേണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയി കണ്ടോ, അത്രയും കണ്ടില്ലേ, അത്രയും പൊക്കമാണത്. ഇതിൻ്റെ അടി മാന്തി വെച്ചു. ഈ പ്രദേശത്ത് വെച്ചാൽ അടി ഒഴുക്കുള്ളതാണ്, ഉറവ് പ്രദേശമാണത്. അങ്ങ് തള്ളിപ്പോരുന്ന ഏത് കൊച്ചിനും അറിയാം. മുമ്പ് ഈ കാര്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ. പല പ്രാവശ്യം ജനങ്ങളിവിടെ വിഷയങ്ങളുണ്ടാക്കിയതാണ്. സൈഫുദ്ദീൻ, അതാണ് മുമ്പ് പലവട്ടം ഇക്കുറി ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക ഇതെല്ലാം അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ അപകടം ദുരന്തമൊക്കെ ഉണ്ടായ ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനകൾക്ക് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു പരിശോധന നടത്തും. വിവിധ വകുപ്പുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ നഷ്ടപരിഹാരം നൽകുന്നത്
അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകൾ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ തന്നെ പലതവണ വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. മുമ്പും ഇത്തരത്തിൽ ആളുകൾ ഈ നിർമ്മാണം നടത്തുന്ന കമ്പനിയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആളുകൾ നിൽക്കുന്ന ഈ പ്രദേശം, അവിടെ ആ വീടുകൾക്ക് മുകളിലാണ് മണ്ണ് വീണിരിക്കുന്നത്. 2-3 വീടുകൾ അതിനടിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഇതാണ് ബിജു അവർ താമസിച്ചിരുന്ന വീട് ഈ പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിൽ. ഈ കാണുന്ന കോൺക്രീറ്റ് പാളികളെല്ലാം തന്നെ കട്ട് ചെയ്ത് ശ്രമകരമായിട്ടാണ് പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ, NDRF സംഘം ഉൾപ്പെടെയുള്ളവർ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകും എന്നുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനെ തുടർന്നാണ് ഈ പ്രദേശത്തുള്ള ഏതാനും കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ എടുക്കാൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് ഇടയ്ക്കൊന്ന് വന്നു പോയ ആ ഒരു സമയത്തിനിടയിൽ ഈ ദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പസമയം മുമ്പാണ് ബിജുവിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആളുകൾക്ക് വന്ന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ തന്നെ, തറവാട്ട് വീട്ടുവളപ്പിൽ തന്നെ നടക്കുക.